അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അബ്ദുസ്സലാം ഫൈസി ഇരുമ്പുഴി. ഞാൻ മക്കയിലാണുള്ളത്. കഴിഞ്ഞ 12-ാം തീയതി വന്നതാണ്. ഉംറയുമായി ബന്ധപ്പെട്ട് രാവിലെ ഒന്ന് ആയിഷ മസ്ജിദിലേക്ക് പോയതാണ്. ഉംറ കഴിഞ്ഞു. ഉച്ചക്ക് വന്നപ്പോഴാണ് അറിയുന്നത്. എൻ്റെ അക്കൗണ്ടിൽ കയറി ആരൊക്കെ കളിച്ച് എന്തൊക്കെയോ വളരെ തെറി കേട്ടാൽ അറക്കുന്ന രൂപത്തിലുള്ള തെറികളൊക്കെ എഴുതിയിട്ട് കമൻറ്റുകളൊക്കെ എൻ്റെ പേരിൽ പാസ്സാക്കി വിടുന്നുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ദർസിലെ കുട്ടികൾ വഴിയും എൻ്റെ ഉംറയിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ വഴിയൊക്കെ ഞാനത് കണ്ടു. അപ്പോഴാണ് ആകെ ടെൻഷനായത്. നാട്ടിൽ നിന്നും ഉച്ച മുതൽക്കൊക്കെ വിളികളും ബന്ധപ്പെടലുകളൊക്കെ ഉണ്ടായി. ഏതായാലും ഇവിടെ വെച്ച് എനിക്കതൊന്നും ചെയ്യാൻ കഴിയില്ല. നാട്ടിൽ വന്നാൽ അതിൻ്റെ ആളുകൾ ആരാണെന്ന് നോക്കിയിട്ട് ഞാൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ വളരെ മോശപ്പെട്ട തെറി ഭാഷയാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, ഒരിക്കലും നമ്മൾ പറയാത്ത രൂപത്തിൽ. ഇതായതുകൊണ്ട് ഇവിടെ വെച്ച് നിർവാഹമൊന്നുമില്ല. ഞാനാണെങ്കിൽ ഒരുപാട് തിരക്കിലാണ്. ഹാജിമാർക്ക് സിം വിതരണം ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ റൂമിൽ വന്നിട്ടുണ്ട്. ഹാജിമാരുണ്ട്. ഒരു വോയിസ് പോലും റൂമിൽ നിന്ന് ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ബന്ധപ്പെടുന്ന ആളുകളോടൊക്കെ ഞാൻ ഈ യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ട്. ബാക്കി തുടർ പരിപാടികൾ എന്തൊക്കെയെന്ന് ആലോചിച്ച് വേഗം ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇതാരും വിശ്വസിക്കരുത്, വഞ്ചിതരാകരുത്. ഇതിൻ്റെ പിന്നിൽ 2-3 ഐഡികളാണ് കാണുന്നത്. അവരാണിത് ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലായത്. പക്ഷെ എനിക്ക് ഫേസ്ബുക്കിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല. ഞാൻ സാധാരണഗതിയിൽ വാട്സപ്പിലാണ് വോയിസ് വിടാറുള്ളത്, എഴുതാറുള്ളതൊക്കെ. ഫേസ്ബുക്കിൽ എൻ്റെ അക്കൗണ്ട് പരിശോധിച്ചാൽ അറിയാം, വളരെ കുറവ്. എപ്പോഴെങ്കിലും കയറിയെങ്കിലായി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ അറിയുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവും. അതേസമയം ഞാൻ ശരിക്കും സമസ്തൻ്റെ ഒരു ഉറച്ച പ്രവർത്തകനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലരോടും സംസാരത്തിലും മറ്റൊക്കെ പറയാറുണ്ട് സമസ്തക്ക് വേണ്ടിയിട്ടൊക്കെ. പക്ഷേ ഈ രൂപത്തിലൊന്നും നമ്മൾ ആരും ചെയ്യാറില്ല, ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് സൈബർ സെല്ലിൽ പരാതിപ്പെടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ വോയിസ് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. എൻ്റെ എനിക്ക് അക്കൗണ്ടിൽ കയറി ആ അക്കൗണ്ട് പോലും ഡിലീറ്റ് ചെയ്യാൻ അറിയില്ല. അതിന് മാത്രമുള്ള തെറികളാണ്. അപ്പോൾ തൽക്കാലം ലോക്ക് ചെയ്തിട്ടുണ്ട് അക്കൗണ്ട്. പക്ഷേ എന്നിട്ട് പിന്നെയും വീണ്ടും കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നേരത്തെ ക്രിയേറ്റ് ചെയ്ത കമൻറ്റുകളാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും കമൻറ്റുകൾ പലതും വരാൻ ഇടയുണ്ട്. സൈബർ സെല്ലിൽ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് തന്നെ ഇൻഷാ അല്ലാഹ് ബന്ധപ്പെടും. ഇപ്പോൾ മക്കയിലാണുള്ളത്, ഹാജിമാരുടെ കൂടെയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ ഇൻഷാ അല്ലാഹ് പുറത്ത് കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. അതിനെന്ത് വില കൊടുത്ത് മുന്നോട്ട് പോകും ഇൻഷാ അല്ലാഹ്.